ഹലോ ഗായ്സ്, വെൽക്കം ടു ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തുള്ള കുറച്ച് വിശേഷങ്ങൾ പറയാൻ വേണ്ടിയാണ് വന്നത്. എനിക്കിപ്പോൾ പനിയാണ്, അതിൻ്റെ ഒരു ചെറിയ മൂക്കടപ്പും ചടച്ചിലും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്. അതൊക്കെ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. എനിക്ക് ഫസ്റ്റ് ടൈം പ്രഗ്നൻ്റ് ആയപ്പോൾ ഞാൻ അറിഞ്ഞിട്ടില്ല. അറിയാത്ത എന്തെന്ന് വെച്ചാൽ, എനിക്ക് ആദ്യമൊക്കെ നമുക്ക് കല്യാണം കഴിഞ്ഞ് ഇത്ര ദിവസം കഴിയുമ്പോൾ നമ്മൾ നോക്കുമല്ലോ, ആയോ ആയോ ആയോ. ആ സമയത്തൊന്നും ആകാത്തത് കൊണ്ട് എനിക്കങ്ങ് ഭയങ്കര ഡൗട്ടായതുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല. ആ ടൈമിൽ ഏട്ടൻ പറഞ്ഞു, എന്നോട് പറഞ്ഞ് പ്രഗ്നൻ്റ് ആണെന്നൊരു ഡൗട്ടുണ്ടല്ലോ, കാരണം കാണാൻ അങ്ങ് ഗ്ലോ ആയിട്ട് വെളുത്തൊക്കെ ഇരിക്കുന്നു, നീ പ്രഗ്നൻ്റ് ആണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ അല്ലെന്ന് പറഞ്ഞു. പിന്നെ മെൻസസ് ആയിട്ടും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കാർഡൊക്കെ ഇട്ട് നോക്കിയപ്പോഴാണ്, രാവിലെ കാർഡിട്ട് നോക്കിയപ്പം പ്രഗ്നൻ്റ് ആണ് ഞാൻ അറിഞ്ഞത്. അന്നത്തെ ഒരു ദിവസം എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം നിറഞ്ഞ ഒരു ദിവസമായിരുന്നു അന്ന് ഓടി എല്ലാവരും ഉറക്കമായിരുന്നു. ആ സമയത്ത് ഞാനൊരു അയ്യോ അമ്മേ എന്ന് പറഞ്ഞ വിളിച്ചിട്ട് ഓടി ഏട്ടനെ കൊണ്ട് കാണിച്ചിട്ട്, പിന്നെ വേറെ വീട്ടിൽ ആരോടും ഞാൻ പറഞ്ഞില്ല, ഏട്ടനും പറഞ്ഞില്ല. ഞങ്ങൾ കൺഫേം ചെയ്യാമെന്ന് വെച്ച് പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതിന് തന്നെ ഒരു 500 രൂപയായി കേട്ടോ. ചെയ്ത് കഴിഞ്ഞപ്പം ആണെന്ന് ഉറപ്പിച്ച് കഴിഞ്ഞപ്പം അടുത്ത ദിവസം, ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്കിതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. അത് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും വിളിച്ചു. ആദ്യം ഞാൻ വിളിച്ചു പറഞ്ഞത് ഞങ്ങളുടെ അമ്മയാണ്. എൻ്റെ അമ്മയെ വിളിച്ചാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഞാൻ പ്രഗ്നൻ്റ് ആണ്. അമ്മയ്ക്ക് ഒത്തിരി സന്തോഷമായി. പിന്നെയാണ് രണ്ടാമത് പറഞ്ഞത് ഏട്ടൻ്റെ അമ്മയോടാണ്. കാരണം ഏട്ടൻ്റെ അമ്മയെ വിളിച്ച് ഫോണിൽ വിളിച്ചാണ് പറഞ്ഞത്. പിന്നെ അമ്മൂമ്മയെ വിളിച്ച് പറഞ്ഞു. പിന്നെ എൻ്റെ ചേച്ചിയെ വിളിച്ച് കാണിച്ചു. ചേട്ടനെ കൂടെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ച്. അവർക്ക് ഭയങ്കര സന്തോഷം, എല്ലാവർക്കും ഭയങ്കര സന്തോഷം. പിന്നെ കുഞ്ഞമ്മയെ വിളിച്ച് പറഞ്ഞു, അച്ഛനെ വിളിച്ച് പറഞ്ഞു, പിന്നെ കൊച്ചച്ഛനെ വിളിച്ച് പറഞ്ഞു, എല്ലാവരെയും വിളിച്ച് പറഞ്ഞു. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു, നിമിഷമായിരുന്നു അത്. പിന്നെ നമ്മൾ അന്ന് തന്നെ അടുത്ത ദിവസം ചേച്ചിയെ വിളിച്ചുകൊണ്ട് ഞാൻ ആശുപത്രിയിൽ ചെന്നു. അവർ നമുക്ക് ഇതിന് വന്നു ചെക്കപ്പ്, കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി നോക്കാൻ നമ്മൾ പോയി. പിന്നെ ആദ്യത്തെ സ്കാനിങ് ഭയങ്കര പേടിയുണ്ട്. ആദ്യമൊക്കെ വെച്ച് ഉള്ളു പരിശോധന ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചത്. അപ്പോൾ നമ്മൾ തെറ്റിദ്ധരിച്ചതാണ്. പിന്നെ ആശുപത്രി ചെന്ന് അവർ സ്കാൻ ചെയ്തപ്പോഴാണ് മനസ്സിലായത്. പെട്ടെന്ന് സ്കാൻ ചെയ്തപ്പോൾ ടക്ക് ഭയങ്കര ഒരു ശബ്ദം. ഞാൻ വെച്ച് അപ്പത്തിരുന്ന മെഷീൻ കേടായതായിരിക്കുമെന്ന്. അതിൻ്റെ ശബ്ദമാണ് ടക്ക് കേൾക്കുന്നത് വെച്ച്. പക്ഷെ അന്നേരമാണ് അവർ പറയുന്നത് ഇതെന്താണെന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റാണ്. ആദ്യം എൻ്റെ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് ഇടുമ്പോൾ സത്യം ഒത്തിരി സന്തോഷവും സങ്കടവും എല്ലാം കൂടെ നിറഞ്ഞൊരു ദിവസമായിരുന്നു. ഹാർട്ട് ബീറ്റൊക്കെ കേട്ട് പിന്നെ ഞങ്ങൾ ആശുപത്രി ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ പറഞ്ഞു കുഞ്ഞിനൊരു കുഴപ്പമില്ല, ഹാർട്ട് ബീറ്റൊക്കെ ഉണ്ട്, ഇപ്പോൾ 1 മാസം ഒരാഴ്ചയായെന്ന് പറഞ്ഞ്. പിന്നെ സന്തോഷമായിട്ട് എന്നെ തിരിച്ച് വീട്ടിൽ പോന്നു. പിന്നെ പോകേണ്ടത് 3-ാം മാസത്തിലായിരുന്നു. 3-ാം മാസത്തിലും ഒരു ചെക്കപ്പൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാനിങ്ങനെ എൻ്റെ വീട്ടിൽ കൊല്ലത്തായിരുന്നു. പിന്നെ ഞാൻ വന്നത് കൊല്ലത്ത് വന്ന് സ്കാനിങ്ങിന് പോയി. 3-ാം മാസത്തെ സ്കാനിങ് എല്ലാവരും അന്നേരം എനിക്ക് ടെൻഷനോ കാര്യങ്ങളോ ഇല്ലായിരുന്നു. പിന്നെ എല്ലാവരും പറഞ്ഞു കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ 3-ാമത്തെ സ്കാനിങ്ങിൽ അറിയാം എന്ന് പറഞ്ഞപ്പോൾ ടെൻഷനായിപ്പോയി കൊണ്ട് ചെന്ന് നോക്കി. അന്നേരം കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കേൾപ്പിച്ചു. പിന്നെ എല്ലാ കാര്യങ്ങളും പിന്നെ അവർ നമ്മുടെ ലാബിലുള്ള ഡോക്ടേഴ്സ് തന്നെ നമുക്ക് പറഞ്ഞു തന്നു ഓരോന്ന്. അന്ന് പറഞ്ഞു തന്നിട്ട് പിന്നെ നമ്മളെ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിനൊരു കുഴപ്പമില്ല, ഹെൽത്തി ആയിട്ടിരിക്കുന്ന പ്രശ്നം. പിന്നെ എനിക്ക് ഛർദിലല്ല, എനിക്ക് 1 മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് ഛർദിൽ തുടങ്ങിയത്. പക്ഷേ ഈ ആകുന്നതിന് മുന്നേ എന്ന് വെച്ചാൽ പ്രഗ്നൻ്റ് ആയെന്ന് അറിയുന്നതിന് മുന്നേ ഞാൻ വീഴുകയും ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്തെങ്കിലും എനിക്ക് കുഞ്ഞിനും കുഴപ്പമില്ലായിരുന്നു, എനിക്കും കുഴപ്പമില്ല, ഒന്നും പറ്റിയില്ല. കാരണം നമുക്കറിയാത്തതുകൊണ്ടാണ് അങ്ങനൊരു ഇതായി പോയത്. പിന്നുള്ള മാസങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. ഒത്തിരി ഭാരങ്ങളോ കാര്യങ്ങളൊന്നും ചുമക്കണ്ട, ഇപ്പോൾ വലിയ ജോലികളൊന്നും ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞു. അല്ലാതെ കുഞ്ഞിന് കുഴപ്പമില്ല, എനിക്കും കുഴപ്പമില്ല, ആഹാരം നല്ലപോലെ കഴിക്കാൻ പറഞ്ഞു. നല്ല ക്ഷീണം ഉണ്ടെന്ന്. കാരണം എനിക്ക് 1 മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് അങ്ങനെ ഛർദിൽ തുടങ്ങി. ഭയങ്കര ഛർദിൽ പറഞ്ഞാൽ മണക്കുന്നത് എനിക്ക് ഈ വേവിക്കത്തില്ല, നമ്മുടെ എന്തെങ്കിലും വേവിക്കുന്ന സാധനം, നമ്മുടെ ഈ പച്ചക്കറി ഐറ്റങ്ങളൊക്കെ വേവിക്കത്തില്ലേ, ആ ടൈമിൽ ഭയങ്കര സ്മെല്ല്. എനിക്ക് ആ സ്മെല്ല് പറ്റത്തില്ല. ആ സ്മെല്ല് അടിക്കുമ്പോഴത്തേക്ക് ഞാൻ ഛർദിക്കും. അതായത് എനിക്ക് ഒത്തിരി നാൾ അങ്ങനെ വേവിക്കുന്ന മണങ്ങളോ കാര്യങ്ങളോ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പിന്നെ എനിക്ക് മധുരം ഇഷ്ടമല്ലായിരുന്നു. നല്ല എരിവ് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം. പുളിയോടും താല്പര്യമില്ല. പ്രഗ്നൻ്റ് ആയിട്ട് എല്ലാവരും പ്രഗ്നൻ്റ് ആയിരുന്ന ലേഡീസ് എന്താ ഈ പുളി തിന്നത്തില്ലേ, പുളി തിന്നുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്.
അതേപോലെ ഞാൻ പ്രഗ്നൻ്റ് ആണ്, എനിക്ക് ഇച്ചിരി പുളി തിന്നണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ എടുത്തത് മാങ്ങ കടിച്ച് നോക്കി. പക്ഷെ ഭയങ്കര പുളി. ഞാൻ അന്നേരം എടുത്ത് കളഞ്ഞു, എനിക്കിഷ്ടപ്പെട്ടില്ല. പക്ഷേ എരിവ് എത്ര എരിവാണെന്ന് പറഞ്ഞാലും ഞാൻ തിന്നുമായിരുന്നു. പക്ഷെ അന്നേരം എല്ലാവരും പറഞ്ഞു എരിവ് കഴിച്ചുകൂടെ, കുഞ്ഞിൻ്റെ കണ്ണ് നീറുന്നു എന്തൊക്കെയോ പറഞ്ഞു. നമുക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഡോക്ടർ പറഞ്ഞു എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ തിന്നാം, പക്ഷേ എരിവ് കൂടുതൽ തിന്നുമ്പോൾ സിംറ്റംസ് കൂടുമെന്ന് പറഞ്ഞു. അല്ലാതെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ അന്നത്തേക്ക് ഒരു 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഛർദിൽ കുറഞ്ഞു എൻ്റെ ഒരു ഇതിൽ. പിന്നെ അത് കഴിഞ്ഞ് ഇടയ്ക്ക് പനി വന്ന്, പിന്നെ എന്താ മൂഡ് സ്വിങ്സ് എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ പോലെ എനിക്ക് ചില നേരത്ത് ഇതിൽ തിന്നാൻ തോന്നും. എനിക്ക് അന്നേരം മേടിച്ച് തന്നില്ല, പിന്നെ എനിക്കത് വേണ്ടതായാലും എനിക്ക് പിന്നെ അത് ജീവിതത്തിൽ വേണ്ട, ആ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് മസാല ദോശ തിന്നാൻ ആഗ്രഹം തോന്നി. എനിക്കിപ്പോൾ സാധാരണ നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോയാൽ ഏതെങ്കിലും കടയിൽ നിന്ന് ഫുഡ് മേടിച്ച് കഴിയുമ്പോൾ നമുക്ക് തിന്നാൻ തോന്നും അല്ലേ? ഇപ്പം എങ്ങനെയാണെങ്കിലും നമ്മൾ കഴിക്കും. പക്ഷെ എനിക്കത് കഴിക്കാൻ തോന്നിയിട്ടില്ല. എന്ന് വെച്ചാൽ എനിക്ക് ഏതെങ്കിലും ഒരു കടയിൽ നിന്ന്, ഞങ്ങൾ അടുത്തൊരു കടയിൽ നിന്ന് നൂഷ എന്ന് പറഞ്ഞ ഈ കട, ഇവിടുത്തെ ഒരു കടയാണ്, അവിടുന്ന് ഞാൻ ബിരിയാണി കഴിച്ചു. ഞാൻ അങ്ങനെ ബിരിയാണി കഴിക്കുന്ന ഒരാളല്ല. എന്ന് വെച്ചാൽ ഒരു ഇച്ചിരി കഴിക്കും, അത് മൊത്തം തിന്നാറില്ല. പക്ഷെ അത് ആദ്യമായിട്ട് ഞാൻ ഫുള്ള് കഴിച്ച്. കാരണം എനിക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ട്. നല്ല വിശപ്പ്, കുഞ്ഞുണ്ടായിരുന്നു, നല്ല വിശപ്പുണ്ടല്ലോ. ഞാൻ ഫുള്ള് കഴിച്ച്. ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു ബിരിയാണി ഫുള്ള് കഴിക്കുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവിടെ നിന്ന് തന്നെ എനിക്ക് ബിരിയാണിയും കാര്യങ്ങളും ഇടയ്ക്ക് എല്ലപ്പോഴും മേടിച്ച് തന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് തിന്നാൻ തോന്നിയത് ഈ KFC കഴിക്കാൻ തോന്നി. ആ സമയത്ത് തിന്നാൻ തോന്നി. പക്ഷേ ആ ടൈമിൽ എനിക്ക് കിട്ടിയില്ല. കാരണം ഏട്ടൻ മേടിക്കാൻ പോയപ്പോൾ വണ്ടി കേടായി, അങ്ങനെ ഇച്ചിരി പ്രശ്നങ്ങളാണ്. പിന്നെയാണ് അറിഞ്ഞത് അങ്ങനെ കഴിച്ചു കൂടാ, എന്തോ ഭാഗ്യം കൊണ്ട് കഴിച്ചില്ല ഞാനത്. അങ്ങനെ അത് കഴിച്ചുകൂടാന്നുണ്ടായിരുന്നു പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത്. പിന്നെ ഡോക്ടർ പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾക്ക് പറഞ്ഞു തന്നു, കഴിക്കേണ്ട എന്തൊക്കെ കഴിക്കണം, എന്തൊക്കെ കഴിച്ചുകൂടാ എന്നൊക്കെ പറഞ്ഞു തന്നു. അതൊക്കെ ഫോളോ ചെയ്ത് പോയി. ഇന്നത്തേക്ക് ഇടയ്ക്ക് വെയിറ്റ് കയറുമ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ വണ്ണം വെക്കുമ്പോഴേ ആദ്യം എനിക്ക് വണ്ണമില്ലായിരുന്നു, നല്ല ഹെൽത്ത് ആയിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ. പിന്നെ എനിക്ക് വണ്ണം വെച്ചപ്പോൾ നല്ലൊരു രസമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വയറില്ലായിരുന്നു എനിക്ക്, വയറൊരു കുഞ്ഞു വയർ, പൊട്ടി വയറായിരുന്നു. ആ വയറ് കാണാനില്ല. പക്ഷെ എനിക്കിങ്ങനെ ഇങ്ങനെ നടന്നു പോകാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് നമുക്കൊരു എന്താ പതുക്കെ ആണെങ്കിലും പോകുന്നെങ്കിലും ആ നടത്തത്തിനൊരു നല്ല കുലുക്കമൊക്കെ ഉള്ളൊരു നടത്തമായിരുന്നു. ഒരു 3 മാസം ആയ സമയത്താണ് എൻ്റെ വയറ്റിൽ ഈ കുഞ്ഞ് ചവിട്ടുന്ന പോലെ, എന്ന് വെച്ചാൽ ഇങ്ങനെ ഗ്യാസ് പോയി കയറുമ്പോൾ കുത്തുന്ന പോലെ എനിക്ക് തോന്നി. എന്ന് വെച്ചാൽ മുഴച്ച് കയറി വരുന്നു. ആ സമയത്ത് ഞാൻ പറഞ്ഞു കുഞ്ഞ് മുഴച്ച് കയറി വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞ് 4-ാം മാസം തൊട്ട് കുഞ്ഞുങ്ങൾ അനങ്ങും, പക്ഷേ നിനക്ക് 3 മാസമല്ലേ ആയുള്ളൂ, പിന്നെ ഇങ്ങനെ കുഞ്ഞ് അനങ്ങുന്നതെന്നൊക്കെ ചോദിച്ച്. എന്നാൽ ഞാൻ പറഞ്ഞില്ല കുഞ്ഞിങ്ങനെ മുഴയ്ക്കുന്നുണ്ടോ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഡേറ്റ് എനിക്ക് ഓർമ്മയില്ലായിരുന്നു. എന്ന് വെച്ചാൽ 1 മാസം ഏട്ടൻ്റെ വീട്ടിൽ നിന്നിട്ടാണ് ഞാൻ 2-ാം മാസം തൊട്ട് ഇവിടെ നിന്ന് എൻ്റെ വീട്ടിൽ വന്നത്. അന്നേരം ഈ 1 മാസത്തെ കാര്യം കണക്കങ്ങ് മറന്നുപോയി. എന്ന് വെച്ചാൽ എനിക്ക് 1 മാസം കഴിഞ്ഞാണ് 1 മാസം ആയത് എനിക്ക് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത്. ആ കാര്യം ഞാനങ്ങ് വിട്ടുപോയി. അത് കഴിഞ്ഞപ്പോഴാണ് 2-ാം മാസം ഒക്കെ ആവാറ്. 1 മാസം 6 ദിവസം ആയപ്പോഴാണ് ഞാനാണെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയത്. അതുകൊണ്ട് അന്നേരം മാസം തെറ്റിപ്പോയി. അന്നേരം അമ്മ പറഞ്ഞ 3-ാം മാസത്തിൽ കുഞ്ഞനങ്ങത്തില്ലെന്നൊക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങൾ ആശുപത്രിയിൽ ചെന്നപ്പോഴാണ് പറയുന്നത് എനിക്ക് 3 മാസമല്ല 4 മാസം കഴിയാറായി, 1 മാസം വിട്ടുപോയതാണ്. അന്നേരം പറഞ്ഞ കുഞ്ഞ് തന്നെ ആയിരുന്നു മുഴച്ച് ആദ്യമായിട്ട് വന്നതായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ 5-ാം മാസത്തെ സ്കാനിങ്ങിന് അന്ന് ആരുമില്ലായിരുന്നു. അന്ന് സ്കാനിങ്ങിന് പോകാൻ എനിക്ക് എൻ്റെ അമ്മയുടെ വീട്ടിൽ പോയി നിൽക്കാൻ ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഞാൻ അമ്മയുടെ വീട്ടിലായിരുന്നു. ആ സമയത്ത് ഏട്ടൻ ഇവിടെ ഇല്ല. അന്നേരം എന്നെ സ്കാനിങ്ങിന് കൊണ്ടുപോയത് എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡായിരുന്നേ. അങ്ങനെ കൊണ്ടുപോയി നമ്മൾ ഇവിടെ കരുനാഗപ്പള്ളിയിലായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ അമ്മമ്മയുടെ വീട് പത്തനംതിട്ട. അന്നേരം അവിടുന്ന് ഞങ്ങൾ ബൈക്കിൽ വന്ന് ആശുപത്രിയിലെല്ലാം കയറിയപ്പം അന്നേരത്തേക്ക് എനിക്ക് 5 മാസമായി. അന്നേരം എനിക്ക് 1 മാസക്കണക്ക് തെറ്റിപ്പോയി, എപ്പോഴും തെറ്റുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ 5 മാസം, ഞാൻ പറയാം 5 മാസം 4 അല്ലേന്ന് ചോദിച്ചു. പറഞ്ഞു 4 അല്ല 5 പറഞ്ഞു. അങ്ങനെ പിന്നെ അന്നൊക്കെ എനിക്ക് വലിയ കുഴപ്പമുള്ള കാര്യങ്ങളൊന്നുമില്ല, ഛർദിലൊക്കെ അന്നത്തേക്കൊക്കെ മാറിയായിരുന്നു. പിന്നെ ഇഷ്ടപ്പെട്ട ആഹാരങ്ങളും കഴിച്ചു തുടങ്ങി. ആഹാരമൊക്കെ നല്ല വൃത്തിക്ക് കഴിക്കാൻ തുടങ്ങിയ സമയമായിരുന്നു ഈ 5-ാം മാസമൊക്കെ ആയപ്പോൾ. അന്നേരത്തേക്ക് കുഞ്ഞ് നല്ലപോലെ ചവിട്ടാനും ഈ മുഴച്ച് വരാനും തുടങ്ങി, നല്ലപോലെ തുടങ്ങി. അതെല്ലാം കഴിഞ്ഞ് 6-ാം മാസമൊക്കെ ആയപ്പോൾ സ്കാനിങ് ഇല്ലായിരുന്നു. പിന്നെ ഒരു 7-ാം മാസത്തിലായിരുന്നു സ്കാനിങ് പിന്നുള്ളത്. പിന്നെ ആ സമയത്ത്
നമുക്കൊരു 3-ാം മാസത്തിലൊരു സ്കാനിങ്ങിനും ഒരു കുത്തിവയ്പ്പും ഉണ്ട്. ആ ഒരു ഇഞ്ചക്ഷൻ എന്ന് വെച്ചാൽ അതൊരു 2000 രൂപയുടെ ഇഞ്ചക്ഷനാണ്. അത് കുത്തിവെച്ച അമ്മാതിരി വേദന, നല്ല തീറ്റയല്ല എന്നാൽ പക്ഷെ നല്ല വേദനയുള്ളൊരു വേദന. അത് കഴിഞ്ഞാണ് പിന്നെ ഒരു സ്കാനിങ് കൂടി ചെയ്യണമായിരുന്നു അന്ന്. അന്നേരം ഒരു കുഞ്ഞിന് കുഴപ്പമുള്ള കാര്യങ്ങളില്ല. പിന്നാണെങ്കിൽ ഒരു 6 കഴിഞ്ഞ് 7 തുടങ്ങുന്ന സമയത്ത് ഒരു സ്കാനിങ് ഉണ്ടായിരുന്നു. ആ സ്കാനിങ് എന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞിന് എങ്ങനെ പോസിഷൻ കാര്യങ്ങൾ എല്ലാം അറിയാൻ വേണ്ടി, കുഞ്ഞിൻ്റെ കുഴപ്പമുണ്ടോ ഇല്ലെന്നുള്ള അതും ഒരു ഇച്ചിരി പാടുപിടിച്ചൊരു ഇതായിരുന്നു. ആ സമയത്തും എനിക്ക് സ്കാനിങ്ങിന് പോകുമ്പോൾ ഭയങ്കര വിഷമമാണ്. എന്ന് വെച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അങ്ങനെ ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചെന്ന് നോക്കിയപ്പോൾ കുഞ്ഞിനെ കാണിച്ചു. കുഞ്ഞ് തലാന്ന് ആ സമയത്ത് അവൻ കൈ വെച്ചോണ്ടിരിക്കുമായിരുന്നു. അതിനെ പറഞ്ഞ് കുഞ്ഞ് പാല് കുടിച്ചു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പം അവനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അന്ന് പക്ഷേ ചേച്ചിയായിരുന്നു കൂടെ വന്ന് ഹോസ്പിറ്റലിൽ പോകാനും. ഏട്ടനാണെങ്കിൽ അന്നേരം ഇവിടെ ഇല്ല, ജോലി സ്ഥലത്തായതുകൊണ്ട്. കാരണം നമുക്ക് ഡെലിവറി സമയത്തേക്ക് പൈസ വേണ്ടായോ, അങ്ങനെ ഏട്ടൻ അങ്ങ് ജോലി സ്ഥലത്ത് പോയി. പിന്നെ ആണെങ്കിൽ ചേച്ചി വന്നു. പക്ഷെ അവരെയൊന്നും കയറി കാണിച്ചില്ല. നമ്മൾ പ്രൈവറ്റ് അല്ലല്ലോ, ഗവൺമെൻറ് ആശുപത്രിയിലല്ലേ കാണിക്കുന്നത്. അപ്പം അവരെ കുഞ്ഞിനെ കയറി കാണിച്ചില്ല. പിന്നാണെങ്കിൽ അത് കഴിഞ്ഞ് പിന്നെ 8ാമത്തെ സ്കാനിങ് ആ സമയത്തൊക്കെ കുഞ്ഞിന് ഇച്ചിരി പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. പ്രതിരോധ ശേഷി ഇച്ചിരി പ്രശ്നം വരുമെന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായില്ല എനിക്ക് ഭാഗ്യത്തിന്. അല്ലാതെ കുഴപ്പമുള്ള കഴിയുമ്പോൾ എനിക്കും ഉണ്ടായില്ല, കുഞ്ഞിനും ഉണ്ടായില്ല. വെള്ളം നല്ലപോലെ കുടിക്കാൻ പറഞ്ഞു. മൂത്രത്തിൽ പഴുപ്പുണ്ടായിരുന്നു എനിക്ക്. ഇടയ്ക്കിടയ്ക്ക് പനിയും വന്നിട്ട് പോകുന്നുണ്ടായിരുന്നു. 9ാം മാസം ആയപ്പോഴത്തേക്ക് കുഞ്ഞിൻ്റെ വെയിറ്റ് കൂടിയെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു നോർമൽ ഡെലിവറി ആയിക്കത്തില്ല, സി സെക്ഷൻ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. കാരണം കുഞ്ഞിന് വെയിറ്റ് ഉണ്ടായതുകൊണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ 9ാം മാസത്തെ സ്കാനിങ് TV ഒക്കെ ചെയ്തപ്പോഴത്തേക്ക് പറഞ്ഞു ഇന്ന ബുധനാഴ്ചത്തേക്ക് വന്ന് അഡ്മിറ്റ് ആവ് എന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി അഡ്മിറ്റായി. അഡ്മിറ്റായില്ല, വ്യാഴാഴ്ച അഡ്മിറ്റായില്ല. വ്യാഴാഴ്ച വെള്ളിയാഴ്ച ഞങ്ങളുടെ അഡ്മിറ്റ് ഓർമ്മയില്ലേ, അഡ്മിറ്റായതാണ് പോയി. അത്രയും നാളത്തെ ഒരു കുഴപ്പമില്ലാണ്ടൊക്കെ പോയി അത്രയും മാസം. പിന്നെ PV ചെയ്തപ്പം വേദന ഉണ്ടായിരുന്നെങ്കിലും ഇത്ര നാളും കൂടെ അടുത്ത ദിവസം ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് വന്ന് അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. അഡ്മിറ്റായി കഴിഞ്ഞ് അന്ന് പിന്നെ അന്നേരം നമുക്ക് യൂട്യൂബ് ഇച്ചിരി വലുതാകാൻ വേണ്ടി ഒരു സംഭവം വെക്കും. അതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങളാണ് അന്ന് ഹോസ്പിറ്റലിൽ രാവിലെ പോയാണ് അഡ്മിറ്റ് ആയത്. ആയിക്കഴിഞ്ഞ് ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് ചെന്ന ഉടനെ ഉച്ചയായി ഞങ്ങൾ ഡോക്ടറെ കാണാൻ. അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ ഡെലിവറി റൂമിലേക്ക് പോകാൻ പറഞ്ഞു. ഡെലിവറി റൂമിലേക്ക് ഞങ്ങൾ ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും കൊണ്ടുപോകുന്നില്ല. ആ ടൈം ഏട്ടനും ഞാനും അമ്മയും കൂടെയാണ് വന്നത്. അന്നേരം ഞങ്ങൾ പറഞ്ഞു ഇന്ന് എന്തായാലും ഡെലിവറി കാണത്തില്ലല്ലോ, ഏട്ടനതാ തിരിച്ച് പോകും എന്ന് പറഞ്ഞ് ഞങ്ങൾ ഏട്ടനെ പറഞ്ഞു വിട്ടിട്ട് ഞങ്ങൾ ഡോക്ടറെ കാണാനൊക്കെ കയറി. അന്നേരം പ്രസവിക്കുമെന്നൊന്നും നമുക്ക് ഉറപ്പില്ലായിരുന്നു. നമ്മളത് അന്ന് അഡ്മിറ്റ് ആവാൻ പറഞ്ഞതല്ലേ ഉള്ളൂ. അന്നേരത്തേക്ക് സാധനം ഒന്നും കൊണ്ടുപോകണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ പോയത്. ഞങ്ങൾ ചെന്നു സാധനങ്ങളെല്ലാം പിന്നെ എന്നെ പെട്ടെന്ന് ഡെലിവറി റൂമിൽ കയറാൻ പറഞ്ഞപ്പോൾ അങ്ങ് വെപ്രോളായിപ്പോയി. അപ്പോഴത്തേക്ക് ഏട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു സാധനം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞ്. ഏട്ടൻ പോയി സാധനമൊക്കെ എടുത്തുകൊണ്ട് വന്നു. വന്ന വരവിന് വന്നു സാധനങ്ങൾ കൊണ്ട് തന്നിട്ട് ഞങ്ങൾ പറഞ്ഞ എന്തായാലും അകത്തൊന്ന് കയറട്ടെ എന്ത് വന്നു വെച്ചാൽ പറയാമെന്ന് പറഞ്ഞു. ഉള്ളിൽ കയറി കഴിഞ്ഞപ്പം നമുക്ക് ന്യൂട്രസ് വലുതാവാൻ വേണ്ടി ഒരു സാധനം വെച്ചു. അത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വേദനയും എന്ന് വെച്ചാൽ ആ ഇരിക്കുന്നതിൻ്റെ ഒരു വിങ്ങലും ഒക്കെ ഉണ്ടായിരുന്നു. ഇരുന്ന് അന്നത്തെ കേട്ടോട് പറഞ്ഞു ഇന്ന് ഡെലിവറി എന്തായാലും കാണത്തില്ലെന്ന് പറഞ്ഞു. എന്നാലും ഡോക്ടർ പറഞ്ഞ രാത്രിയിലോ അല്ലെങ്കിൽ രാവിലത്തേക്കോ കാണത്തുള്ളൂ പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു ആരും നിൽക്കണ്ട, എന്തായാലും അവർക്കാർക്കും കോമൺ നമുക്ക് കയറാൻ പറ്റത്തില്ല, ആർക്കും കയറാൻ പറ്റാത്തതുകൊണ്ട് ഇവരോട് ഞങ്ങൾ പറഞ്ഞു എന്നാൽ പോയിക്കോ. ഞങ്ങൾ അന്നേരം അമ്മയുണ്ടല്ലോ, അമ്മയും ഞാനും കൊണ്ട് നിന്നോളാന്നൊക്കെ പറഞ്ഞു. ഇവരങ്ങ് പോയി. ഇവരെല്ലാം പറഞ്ഞു വിട്ട് ഞങ്ങൾ ഒരു രാത്രി ഉച്ചയായപ്പോൾ ഒരു വേദന തുടങ്ങി എനിക്ക്. അത് ഇരിക്കുന്നതിൻ്റെ ആയിരിക്കാം. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ എൻ്റെ കൂടെ തന്നെ ഒരു 4 പിള്ളേരുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും വെച്ചെങ്കിലും പക്ഷേ എൻ്റെ തന്നെ പൊട്ടി ഇങ്ങി പോന്ന്. ഞങ്ങൾ പൊട്ടിയില്ല, ഊരിപ്പോന്നപ്പോഴത്തേക്ക് പിന്നെ കൊണ്ട് കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. പ്രസവ റൂമിൽ കൊണ്ടുവന്ന് കാണിച്ചപ്പം പറഞ്ഞു കുഴപ്പമില്ല, ഒരു 3-4 ഇതൊക്കെ ആയിട്ടുണ്ട്, ഇനിയും കിടക്കുന്നു എന്ന് പറഞ്ഞു.
ബാക്കി എല്ലാവർക്കും പൊട്ടിയിട്ടുമില്ല, പോകുന്നതുമില്ല. അന്നേരം ഞങ്ങൾ പിന്നെ എനിക്ക് പിന്നെ അവർ പറഞ്ഞു റൂമില്ലായിരുന്നു. കാരണം അവിടെ നമ്മുടെ ആശുപത്രി പുതുക്കി പണിയുന്നതിൻ്റെ ഇതുകൊണ്ട് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു, ഡെലിവറിക്കാർ ഒത്തിരി ഉണ്ടായിരുന്നു. പിന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് ഇൻഫെക്ഷൻ ആയിട്ട് കിടന്നവർ ഒത്തിരി ഉണ്ടായിരുന്നു. കാരണം അമ്മയെ ഡിസ്ചാർജ് ചെയ്താലും പിള്ളേരെ ഡിസ്ചാർജ് ചെയ്യത്തില്ലല്ലോ. അങ്ങനെ ഒത്തിരി സമയം അതൊന്ന് ഞങ്ങൾക്ക് കിടക്കൊന്നും കിട്ടിയില്ല. പിന്നെ ആണെങ്കിൽ എന്നെ പക്ഷേ പ്രസവ റൂമിൽ തന്നെ, ഒബ്സർവേഷൻ റൂമിൽ തന്നെ കിടത്തി. കാരണം എനിക്ക് ഒരു 10 മണി തൊട്ട് എനിക്ക് നടുവേദന തുടങ്ങി. അന്നേരം എന്നോട് പറഞ്ഞു വയറ്റിൽ നോക്കുമ്പോൾ നടുവേദന തുടങ്ങിയാൽ പറയാൻ പറഞ്ഞു. ചെറിയ രീതി വന്ന് പോയെങ്കിൽ പറയാൻ പറഞ്ഞു. എനിക്കപ്പോഴത്തേക്കും നടുവിന് നല്ല ചെറുതായിട്ടൊരു വേദന വന്നു തുടങ്ങി. ബാക്കി ആർക്കും എല്ലാവരോടും നടക്കാനൊക്കെ പറഞ്ഞു. എല്ലാവരും നടന്നെങ്കിൽ അവർക്കൊന്നും പൊട്ടിയതുമില്ല, ഇനി പോകുന്നതുമില്ല. എനിക്ക് പക്ഷേ ആ നടന്നതിൻ്റെ എല്ലാം കഴിഞ്ഞ് നല്ലപോലെ നടുവേദന തുടങ്ങി. അപ്പം ഒബ്സർവേഷൻ റൂമിൽ തന്നെ ഞാൻ കിടന്നത്. ആ കിടന്ന് ഒരു ഇച്ചിരി കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് വേദന കൂടാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ആലോചിച്ചാൽ ഒരു ഉച്ച ആയപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്നോളാം. ഇന്നത്തേക്ക് വേദന നല്ല ഭയങ്കരമായിട്ടില്ല. നമുക്കൊരു മെൻസസ് വേദന 100 ഇരട്ടിയായിട്ട് വന്നാലെങ്കിൽ എനിക്ക് അതേപോലെ നല്ല വേദന ഉണ്ടായിരുന്നു, നല്ല പെയിൻ ഉണ്ടായിരുന്നു, ഭയങ്കര കരച്ചിൽ പറഞ്ഞാൽ അതുപോലെ ഞാൻ നാമ്പറി വിളിച്ച് നല്ലപോലെ അലച്ച് വിളിച്ചെങ്കിലും പക്ഷേ എന്നെ ആരും വഴക്കൊന്നും പറഞ്ഞില്ല. അയ്യോ എന്ന് വെച്ചപ്പം സിസ്റ്ററൊക്കെ പറഞ്ഞു അയ്യോ എന്ന് വെക്കാതെ ദൈവത്തെ വിളിക്കാൻ പറഞ്ഞു. ഞാൻ ഉള്ള ദൈവത്തെ എല്ലാം വിളിച്ചയ്യോ അമ്മയെ വിളിച്ച് അമ്മയെടുത്ത് അമ്മ പിന്നെ നടുവൊക്കെ തടവി കാല് തടവി തന്നപ്പോൾ ഇച്ചിരി സുഖമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആണെങ്കിൽ രാത്രി ഭയങ്കര രാത്രി ഒരു 11, 12, 13, 1 മണിയൊക്കെ ആയപ്പോൾ സമയത്തൊക്കെ ഭയങ്കരമായിട്ട് വേദന കൂടാൻ തുടങ്ങി. ഞാൻ ഭയങ്കരമായിട്ട് വേദന. അതൊക്കെ ഇടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട്, TV ചെയ്ത് നോക്കുമ്പം ഇതുവരെ ആയിട്ടില്ല, ഇനി സമയം ഉണ്ടോന്ന് പറഞ്ഞു. വേദന എടുത്ത് 2 മണി ആയപ്പോഴത്തേക്ക് വെള്ളം പൊട്ടിയപ്പം ഞാൻ പറഞ്ഞു വെള്ളം പൊട്ടി എന്ന് പറഞ്ഞിട്ട് സിസ്റ്റർമാർ ഓടി വന്നു. എല്ലാം നല്ല സ്നേഹമുള്ള സിസ്റ്റർമാരായിരുന്നു. എല്ലാവരും വന്നു അവർ നോക്കി. TV ചെയ്തപ്പോൾ എന്തുവാ വെള്ളം ഒറ്റ പൊട്ടിയിട്ടുള്ളൂ, മൊത്തത്തിൽ പൊട്ടിയിട്ടില്ല. അതുകൊണ്ട് ഒന്നും ആയില്ല, എന്തായാലും കിടക്ക് എന്ന് പറഞ്ഞു. പിന്നെ ചൂടുവെള്ളമൊക്കെ തന്നു, കുടിക്കാനൊക്കെ വെള്ളം തന്നു. ചൂടുവെള്ളമൊക്കെ കുടിച്ച് അന്നേരവും ഭയങ്കരമായിട്ട് കരഞ്ഞ് വിളിച്ചയ്യോ എനിക്ക് വേദന എടുക്കുന്നേ, എന്താ സിസ്റ്ററെ എന്നെ എന്തെങ്കിലും ചെയ്യോ, ഡോക്ടറെ വിളിക്കോ, എന്നെ എന്തെങ്കിലും ചെയ്യോ എന്ന് പറഞ്ഞാൽ കരഞ്ഞ് വിളിച്ച് അവരോട് എന്തൊക്കെയോ പറഞ്ഞു. അതുപോലെ അമറായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു മോളെ സിസ്റ്റർ വന്നിട്ട് നമ്മുടെ അടുത്ത് ഇരുന്നിട്ട് ഒത്തിരി പറഞ്ഞു മോളെ വിഷമിക്കൊന്നും വേണ്ട, ഒരു കുഴപ്പമില്ല, കറുത്ത പൊട്ടൊന്നും തൊടണ്ട, അതൊക്കെ മാറ്റിയേക്ക്, മുടിയൊക്കെ കെട്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമുക്ക് എനിമ വെക്കാൻ വേണ്ടി കൊണ്ടുപോയി. എനിമ വെക്കാൻ കൊണ്ടുപോയി. എനിമ വെച്ചു കഴിഞ്ഞപ്പം അവർ പറഞ്ഞായിരുന്നു. പിന്നെ ആണെങ്കിൽ അമ്മയും കരഞ്ഞു. കാരണം ഞാൻ ആ കരയുന്ന കണ്ടപ്പോഴത്തേക്ക് അമ്മയും ഭയങ്കരമായിട്ട് കരഞ്ഞു. പിന്നെ നമ്മളെ കൊണ്ടുവന്ന് എനിമ വെച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു പുഷൊന്നും ചെയ്യരുത്, നോർമലായി നമുക്ക് പൊയ്ക്കോളും, പുഷ് ചെയ്യല്ലെന്ന് പറഞ്ഞു. ചെന്നു പോയെങ്കിലും അതും ടോയ്ലറ്റിലൊന്നും അല്ല പോയത്, സാധാ അല്ല വന്ന് താഴെ പോവായിരുന്നു. അമ്മ പിന്നെ കഴുകി അവിടെ എല്ലാം എന്നെ കുളിപ്പിച്ച്. കാരണം എനിക്ക് കുളിച്ചോളാൻ വയ്യായിരുന്നു, ആ ഒരു ചൂടും അത് ഭയങ്കര ഒരിത്. അന്നത്തേക്ക് പിന്നെ അമ്മ എന്നെ അവിടെ നിർത്തി അങ്ങ് കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി കൊണ്ടുപോയി. അന്നേരം വേദന കൊണ്ട് നിൽക്കാൻ വയ്യ. പിന്നെ സ്ട്രെച്ചറിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടുവന്ന് കിടത്തി. എല്ലാം കഴിഞ്ഞ് രാവിലെ ഞാൻ ഉറങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം ഉറങ്ങും, കരഞ്ഞെണ്ണിക്കും, ഉറങ്ങും, കരയും, ഇത് തന്നെയായിരുന്നു അവസ്ഥ. വെളിയിലാണ് അമ്മയും ഉറങ്ങിയിട്ടില്ല, അമ്മയും കരച്ചിലായിരുന്നു. പിന്നെ ചേച്ചിയൊക്കെ രാത്രി 10 മണിയൊക്കെ വല്ലതും കാണാനുണ്ടായിരുന്നു. കണ്ടിട്ടാണ് അവർ പോയതെല്ലാവരും. എന്തായാലും രാത്രി കാണത്തില്ലെന്നൊരു ഉറപ്പുണ്ടായിരുന്നു. പിന്നെ ഒരു രാവിലെ ആയപ്പം ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് പുഷ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇതായിട്ട് വന്നു. അന്നേരം ഞാൻ പറഞ്ഞു ഡോക്ടറെ സിസ്റ്ററെ എനിക്ക് ഇതുപോലെ ഇതായിട്ട് വരുന്നു, എന്തോന്നു നോക്കാമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോഴത്തേക്ക് വന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞ് PV ചെയ്യിച്ച്. കാരണം അവർ കുറേ വട്ടം ചെയ്ത് നോക്കി അപ്പോൾ ഇല്ലെന്നെല്ലാവരും പറഞ്ഞു. പിന്നെ എൻ്റെ ഒരു ഇതിന് വേണ്ടി അവർ എനിക്ക് വേണ്ടി വന്ന് നോക്കിയപ്പോൾ എന്തുവാ കറക്റ്റ് ആയപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു നമുക്ക് പ്രസവ റൂമിലോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അകത്തോട്ട് കൊണ്ടുപോകാൻ സ്ട്രെച്ചറൊക്കെ ഞാൻ ഒന്നും വേണ്ട, ഞാൻ നടന്നു വന്നോളാം നടന്ന് ഞാൻ പോയി കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സിസ്റ്റർ എന്നോട് പറഞ്ഞു വേദന എടുക്കുമ്പോൾ മാത്രം പുഷ് ചെയ്യാൻ പറഞ്ഞു. എനിക്ക് വേദന എടുക്കുന്ന സമയത്ത് എന്തുവാ പുഷ് ചെയ്യുന്നുണ്ട്,
അന്നേരവും പ്രസവം ആകുമെന്നൊരിതില്ലായിരുന്നു, ഉറപ്പില്ലായിരുന്നു. എന്നിട്ട് നോക്കി, കുഞ്ഞിന് തല കാണുന്നുണ്ട്, മോൾ പുഷ് ചെയ്തോ, വേദന എടുക്കുമ്പോൾ പുഷ് ചെയ്യണമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ അവർ അത്രയ്ക്ക് സഹകരിച്ചു എല്ലാവരും, സിസ്റ്റർമാരെല്ലാം അപ്പുറം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു, ആ സമയത്ത് എനിക്ക് ഇങ്ങനത്തെ ശബ്ദമായിരുന്നു. അന്നേരം പറഞ്ഞു, അവളെ ശബ്ദം വേണ്ട, കാരണം നോക്കും ഒരിതാവും, അത്രയും കരഞ്ഞ് ഇതായി നിൽക്കുമല്ലേ ഞാൻ, അപ്പം എനിക്ക് തളർച്ച വരുമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഓക്കെ എന്നൊക്കെ പറഞ്ഞ് എല്ലാം ചെയ്തു. എനിക്ക് ആ സമയത്ത് എനിക്ക് വേദന കാര്യമോ അനുഭവപ്പെട്ടില്ല, ഒന്നും അനുഭവപ്പെട്ടില്ല. പെട്ടെന്ന് ഇതായപ്പോഴത്തേക്ക് വെള്ളം പൊട്ടി. സിസ്റ്ററിൻ്റെ മുഖം മൊത്തം അതേ തലവെള്ളി അങ്ങ് വീണ്. എനിക്കങ്ങ് ഈടാന്നായിപ്പോയി വീണ്. അതിന് ആ പഠിക്കുന്ന പിള്ളേരും വന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പക്ഷേ പിള്ളേരും എല്ലാം കാണുമല്ലോ, നമുക്കൊരു ഇതുണ്ടല്ലോ. അതുകൊണ്ട് ആരും ഇല്ലായിരുന്നു ഭാഗ്യത്തിന്. സിസ്റ്ററായിരുന്നു കുഞ്ഞിനെ എടുത്തു. അന്നേരത്തേക്ക് നമ്മുടെ ഡോക്ടർ ഓടിയെത്തി. പിന്നെ ഇന്നത്തേക്ക് ഞാൻ ചോദിച്ചു, എനിക്ക് എന്തോ കുഞ്ഞ സിസ്റ്ററേന്ന് വിളിച്ചു. നമ്മുടെ മോക്കൊരു മോനാന്ന് പറഞ്ഞതും എൻ്റെ ബോധം പോയി. എന്നുവെച്ചാൽ മോനെന്ന് വെച്ചാൽ അമ്മയ്ക്ക് ജീവനാണ്, മോന വേണമെന്ന് അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ പെട്ടെന്ന് മോനാന്ന് പറഞ്ഞു. അന്നേരം എന്നോട് ഒരു മോക്കും മോന എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ബോധം പോയി. എനിക്ക് പിന്നെ അവരെന്നെ തട്ടി ഒത്തിരി വിളിച്ചു, മോളെ എണ്ണിക്കുന്ന വിളിച്ച് എഴുന്നേറ്റു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ദേഹം നല്ല ഷിവറിങ് ആയെന്ന് തുടങ്ങി. ഭയങ്കരമായിട്ട് ഷിവറിങ് ആയപ്പോഴത്തേക്ക് ചൂടുവെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. ഡോക്ടർ വന്ന് ചൂടുവെള്ളം എല്ലാം കൊടുക്ക് എന്ന് പറഞ്ഞു. അപ്പം തണുപ്പായിരിക്കും, അതിൻ്റെയൊക്കെ ആയിരിക്കും. എന്നോട് ഇത്ര നേരം ആലച്ചേൻ്റെയൊക്കെ ഇതുണ്ടല്ലോ. പിന്നെ വെള്ളം കൊണ്ടുവന്ന് തന്ന് ചൂടുവെള്ളമൊക്കെ കുടിച്ച് കുഞ്ഞിനെ ഒന്ന് കാണിച്ച് പാൽ കൊടുക്കാൻ പറഞ്ഞ്. പാൽ കൊടുക്കാൻ വാ തുറക്കത്തില്ല. അന്നേരം എങ്ങനെയൊക്കെയോ ഇച്ചിരി പാൽ കൊടുത്തു കുഞ്ഞിന് പാൽ കൊടുത്തിട്ട് അമ്മയുടെ കൈക്കൊണ്ട്. അന്നേരം ഏട്ടനൊക്കെ വരുന്നതേ ഉള്ളൂ, കാരണം വീട്ടിലല്ലേ എല്ലാവരും വരുന്നേ ഉള്ളൂ. അമ്മ മാത്രമേ ഉള്ളായിരുന്നു അമ്മയുടെ കൈക്കൊണ്ട്. പിന്നെ കുഞ്ഞിനെയൊക്കെ എടുത്ത് പിന്നെ ചേച്ചിയൊക്കെ വന്നു. പിന്നെ അവരൊക്കെ ഫോട്ടോയൊക്കെ കാര്യങ്ങളൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് എല്ലാവരും സ്റ്റാറ്റസൊക്കെ ഇടാൻ തുടങ്ങി. എന്ന് വെച്ചാൽ കുഞ്ഞിനെ കൈ കിട്ടിയപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു പ്രത്യേകതയൊരു സന്തോഷമായിരുന്നു. ഭയങ്കര സന്തോഷം എല്ലാവർക്കും. പിന്നെ ആണെങ്കിൽ പിന്നെ അടക്കത്ത് തന്നെ കുഞ്ഞിനെ കൊണ്ടുവന്ന് ചേച്ചി വന്ന് എൻ്റെ അടുത്തിരുന്നു. അമ്മ പിന്നെ കുഞ്ഞിൻ്റെ കാര്യത്തിൻ്റെ അമ്മയും ഏട്ടനും കൂടെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിപ്പോയപ്പം പിന്നെ ഞാൻ ചേച്ചി മാത്രം കുഞ്ഞിനെ കൊണ്ട് തന്ന് പാൽ കൊടുക്കാൻ പറഞ്ഞു. അപ്പം എൻ്റെ ചേച്ചി അന്നേരം എൻ്റെ ചേച്ചി കുഞ്ഞിന് പാൽ കൊടുക്കുമ്പോഴേ കൊച്ചിൻ്റെ വായി തന്നെ വലിയൊരു ഉണ്ട അടിച്ച് കയറ്റുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചേച്ചിക്ക് ഭയങ്കര ഇതായി പോയി. പിന്നെ ഭയങ്കര സന്തോഷം എല്ലാവർക്കും. പിന്നെ എല്ലാവരും മാറിൻ്റെ കുഞ്ഞിനെയൊക്കെ എടുത്ത് കുഞ്ഞിനിടയ്ക്ക് കുഞ്ഞ് പാൽ കുടിക്കുന്നില്ല. ഞാൻ പറഞ്ഞു പാൽ കുടിച്ചില്ല. പിന്നെ അവർ പറഞ്ഞു എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യണമെന്നും ഒക്കെ പറഞ്ഞൊക്കെ തന്നു. എല്ലാം അതുപോലൊക്കെ ചെയ്തു. പിന്നെ റൂമിൽ കൊണ്ടുപോയി കിടത്തി എല്ലാം കഴിഞ്ഞ് അന്ന് രാത്രി കുഞ്ഞിനെ എൻ്റെ കൂടെ അല്ലായിരുന്നു, അമ്മയുടെ കൂടെ ആയിരുന്നു കുഞ്ഞ് കിടന്നതൊക്കെ. എൻ്റെ കൂടെ കിടത്തിയില്ല കുഞ്ഞിനെ, കാരണം അന്ന് എനിക്ക് നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ആണ്. അമ്മ എൻ്റെ കൂടെ കിടത്തിയില്ല. പിന്നെ അടുത്ത ദിവസം തൊട്ടാണ് കുഞ്ഞ് എൻ്റെ കൂടെ കിടന്നത്. രണ്ടാമത്തെ ദിവസമായപ്പോൾ കുഞ്ഞിന് ചൂട് കയറിക്കൊള്ളാൻ തുടങ്ങി. നമ്മൾ വെച്ച് സാധാ ചൂടാണെന്ന് വിചാരിച്ച് സിസ്റ്ററെ എടുത്ത് പോയി കൊണ്ടുപോയിട്ട് പറഞ്ഞു കുഞ്ഞിന് ചൂടെടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. നോക്കിയപ്പം 100 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടായിരുന്നു കുഞ്ഞിന്. അന്നേരം സിസ്റ്റർ പറഞ്ഞു എന്തായാലും അടുത്ത ദിവസം ഡോക്ടർ വരും, കുഞ്ഞുങ്ങളെ നോക്കുന്ന ഡോക്ടർ ഉണ്ടല്ലോ, അന്നേരത്തേക്കൊന്ന് കാണിക്കാം. ഇപ്പം കുഞ്ഞിനെ ആണെങ്കിൽ പൊതിയണ്ട, നല്ലപോലെ പൊതിയണ്ട. എന്നെ പിന്നെ അവിടെ ഇരുത്തി ഒത്തിരി മണിക്കൂറോളം ഇരുത്തിയിട്ട് അരമണിക്കൂറോളം അങ്ങാണ്ട് ഇരുത്തി കുഞ്ഞിന് പാൽ കൊടുക്കാം. പാലല്ല അത് കൊടുക്കാം, മഞ്ഞവെള്ളം കൊടുക്കാൻ പറഞ്ഞാൽ അത് ഒത്തിരി അങ്ങ് കൊടുത്തു കുഞ്ഞിന്. കാരണം പ്രതിരോധ ശേഷിക്ക് വേണ്ടി കൊടുക്കുന്നത്, അതുകൊണ്ട് അത് നല്ലപോലെ കൊടുക്കാൻ പറഞ്ഞ് കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ എന്നോട് പറഞ്ഞ് പോയി കിടന്നോളാൻ പറഞ്ഞ് കൊണ്ട് കിടത്തി എല്ലാം കഴിഞ്ഞു. പിന്നെ അടുത്ത ദിവസം ഡോക്ടറെ കാണിച്ചിട്ട് ഡോക്ടർ ബ്ലഡ് ടെസ്റ്റിൻ്റെ കാര്യം പറഞ്ഞു. കുഞ്ഞിൻ്റെ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം കുഞ്ഞിന് ചൂട് വീണ്ടും കൂടി. അന്ന് തന്നെ രാത്രി കാണിച്ചിട്ട് വീണ്ടും ഞങ്ങൾ ചെന്നപ്പോൾ ഭയങ്കര ചൂട് കുഞ്ഞിന്. വെളുപ്പാങ്കാലായപ്പോൾ വീണ്ടും കൊണ്ട് കാണിച്ചപ്പോൾ എന്തോ ഈ 100 കിടന്നത് 102 അപ്പോഴത്തേക്ക് കുഞ്ഞിന് ചൂട് കൂടി. ഡോക്ടർമാരെയൊക്കെ വിളിച്ചെല്ലാം നോക്കിയപ്പം അടുത്ത ദിവസം ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ തന്നു. കൊടുത്തപ്പോൾ എന്തോ കുഞ്ഞിന് ഇൻഫെക്ഷൻ ആയെന്ന് പറഞ്ഞു. ബ്ലഡിന് ഇൻഫെക്ഷനായി. അതുകൊണ്ട് കാരണം കുഞ്ഞിനെ കാണാൻ ആൾക്കാരല്ല, അവിടെ തന്നെ ഒത്തിരി ആൾക്കാരുണ്ടല്ലോ, എല്ലാവരും കൂടെ ആയപ്പോഴത്തേക്കും കുഞ്ഞിന് ഇതായ അസുഖങ്ങളിൽ നിന്ന് പകർന്നതാണ്. അങ്ങനെ പറഞ്ഞു പ്രതിരോധ ശേഷി കുറവുണ്ടെന്ന് പറഞ്ഞു കുഞ്ഞിന്. പിന്നെ ആശുപത്രി 5 ദിവസം കിടന്ന് മരുന്ന് കൊടുക്കണമെന്ന് പറഞ്ഞ് നമ്മളവിടെ നോക്കി.
തുണിയൊന്നും പൊതിയാതെ കുഞ്ഞിനെ കിടത്തിയാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ കിടത്തിയിട്ട് പിന്നെ 5 ദിവസത്തെ ആൻറ്റിബയോട്ടിക് കുത്തി വെക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അഡ്മിറ്റ് എന്നെ 3-ാമത്തെ ദിവസം ഡിസ്ചാർജ് ചെയ്തു. പക്ഷേ കുഞ്ഞിനെ 5 ദിവസം കഴിഞ്ഞിട്ടാണ് ഡിസ്ചാർജ് ചെയ്തത്. നമ്മൾ അടുത്ത ദിവസം തൊട്ട് കുഞ്ഞിനെ ഡോക്ടറെ രാവിലെ കൊണ്ട് ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞു. നമ്മുടെ പ്രസവ മുറിയുടെ അടുത്ത് തന്നെ ഡോക്ടർ വരുമ്പോഴേക്ക് പിന്നെ അവിടെ കൊണ്ടുപോയി കുഞ്ഞിനെ കാണിച്ച് ഒരുമാതിരി കുറവും കാര്യങ്ങളൊക്കെ ആയി. അന്നത്തേക്ക് എനിക്ക് പനിക്കോളെന്ന് വെച്ചാൽ തൊണ്ടവേദന വരാൻ തുടങ്ങി. അന്നേരം മനസ്സിലായി അവിടെ കിടക്കുന്നവർക്ക് 2-3 അമ്മമാർക്ക് പനിയായിരുന്നു. നോക്കാൻ വന്ന അമ്മമാർ. പിന്നെ അവരങ്ങ് പോയെങ്കിലും എനിക്ക് പനിയുടെ ഒരു ആരംഭം തുടങ്ങി. അത് 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് 5 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ വീട്ടിൽ പോയി. വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് അന്ന് എനിക്ക് തീരെ വയ്യാതായി. അടുത്ത ദിവസം രാവിലെ തൊട്ട് എനിക്ക് എണ്ണിക്കാൻ പറ്റാത്ത രീതിയിൽ നല്ല പനി അങ്ങ് തുടങ്ങി. പിന്നെ കുഞ്ഞിനെ എൻ്റെ അടുത്തൊന്നുമല്ല കിടന്നത്, ചേച്ചിയായിരുന്നു കുഞ്ഞിനെ കൊണ്ട് കിടന്നതൊക്കെ. അമ്മമ്മയും ചേച്ചിയും എല്ലാവരും ഉണ്ടായിരുന്നു. അവരുടെ കൂടെ ആയിരുന്നു കുഞ്ഞ് കിടന്നതൊക്കെ. ഞാൻ ഇപ്പുറത്തെ റൂമിലാണെങ്കിൽ അവർ അപ്പുറത്തെ റൂമിൽ. പാൽ കൊടുക്കാൻ മാത്രം എൻ്റെ അടുത്തോട്ട് കൊണ്ടുവരും, അതിട്ട് അങ്ങ് പോകും. ഞങ്ങൾ 30-ാം തീയതി ഡിസ്ചാർജ് ചെയ്ത് വന്നു. കുഞ്ഞ് 23-ാം തീയതി ജനിച്ചത്. നമ്മൾ 30-ാം തീയതി ഡിസ്ചാർജ് ചെയ്ത് വന്നെങ്കിൽ 5 ദിവസം കഴിഞ്ഞ് 5-ാം തീയതിയാണ് കുഞ്ഞിന് പനിയായത്. അത് അത്രയും ദിവസം മാറ്റി കിടത്തിയുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് മാസ്ക് ഉണ്ടായിരുന്നെങ്കിലും മാസ്ക് ഒത്തിരി നേരം വെക്കാനുള്ള ഇതില്ല. മൂക്കടപ്പും കാര്യങ്ങളായിട്ട് മാസ്ക് മാറ്റി ഇരിക്കുന്ന സമയമായിരുന്നു. അങ്ങനെ മാസ്ക് മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും ശ്വാസത്തിൽ കൂടെ ആ കുഞ്ഞിനും പനി കയറിക്കൊണ്ട് 5 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞിന് പനിയുടെ ഇതായി. ഞങ്ങൾ അടുത്തുള്ള ഒരു ആശുപത്രി കുഞ്ഞിനെ കൊണ്ട് കാണിച്ചു. കുഞ്ഞിനെ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ എന്തോ അതിലൂടെ അവന് പുക്കിൾക്കൊടി ആശുപത്രി വെച്ചേ പോയായിരുന്നു. അതിൻ്റെ ആ സംഭവം പോയായിരുന്നു. പക്ഷെ അവിടെ ആണെങ്കിൽ ചെറുതായിട്ട് ബ്ലഡ് വന്നു. അന്നേരം അതും കൊണ്ട് കാണിച്ച്, ഈ പനിയുടെയും കൊണ്ട് കാണിച്ച്. എന്നിട്ട് കുഞ്ഞിന് ഒരു ശകലം കുറവോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞങ്ങൾ പിന്നെ വേറെ ഡോക്ടറെ കൊണ്ട് കാണിച്ചു. ഫൈസൽ ഡോക്ടറെ, നമ്മുടെ ഇവിടെ അടുത്തുള്ളതാണ് ഫൈസൽ ഡോക്ടർ എന്ന് പറഞ്ഞു. പുള്ളിക്കാരനെ കൊണ്ട് കാണിച്ചപ്പോൾ എന്തോ പുള്ളിക്കാരൻ പറഞ്ഞു പനി അവിടെ കൊണ്ട് കാണിച്ച് കുഞ്ഞിനെ അങ്ങ് വഷളായത്, പനി കൂടിയതേ ഉള്ളൂ, കുറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. പിന്നെ കുഞ്ഞിനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ തന്ന് അവന് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത്ര ദിവസം കൊണ്ട് കുഞ്ഞിൻ്റെ പനി മാറി. അത്രയും നാൾ കുഞ്ഞ് വയ്യാതെ നടന്നു. പെട്ടെന്ന് കുഞ്ഞിൻ്റെ പനിയും കാര്യങ്ങളും മാറി, ഒരു കുഴപ്പമില്ല, നല്ലതായിട്ട് കിട്ടി. പിന്നെ രാത്രി കുഞ്ഞിനെ കൊണ്ട് ഒരു ശല്യവും, സത്യം പറഞ്ഞ കുഞ്ഞിനെ കൊണ്ട് എനിക്കൊരു ശല്യം ഉണ്ടായിട്ടില്ല. രാത്രിയിലൊക്കെ കുഞ്ഞ് വലിയ കരച്ചിലോ കാര്യങ്ങളോ ഒന്നുമില്ല, ചിരിച്ച് കിടക്കും, പാല് കൊടുക്കണമെന്നേ ഉള്ളൂ. പിന്നെ കാര്യം പറയാം എന്തൊക്കെയോ വേണം, കാര്യമൊക്കെ പറഞ്ഞേക്കാം. പിന്നെ ചിരിക്കളി ഇതൊക്കെ തന്നെയായിരുന്നു. പിന്നെ നമ്മൾ പാമ്പസ് ഇട്ട് തുടങ്ങിയില്ലായിരുന്നു. കുഞ്ഞിന് ഇൻഫെക്ഷൻ കാര്യങ്ങളും വന്നത് കൊണ്ട് പാമ്പസ് ഇട്ടില്ലായിരുന്നു. പിന്നാണ് 1 മാസം കഴിഞ്ഞ് കുഞ്ഞിൻ്റെ 28 കഴിഞ്ഞ് 28-ന് നല്ലൊരു വലിയ ഫംഗ്ഷൻ പോലെ നടത്തി. അന്ന് ആദ്യമായിട്ട് കുഞ്ഞിന് പാമ്പസ് ഇടുന്നത് നമ്മൾ. അന്ന് പിന്നെ ഏട്ടൻ്റെ വീട്ടിൽ നിന്നും വന്നു, നമ്മുടെ വീട്ടിൽ നിന്നും എല്ലാവരും, പിന്നെ അയൽക്കാരും എല്ലാം കൂടിയിട്ട് വലിയൊരു രീതിയിൽ സദ്യയൊക്കെ ആയിരുന്നു വെച്ച് നമ്മൾ നടത്തി. അന്നാണ് ആദ്യമായിട്ട് കുഞ്ഞിന് പാമ്പസ് നമ്മൾ ഇടുന്നത്. അത് കഴിഞ്ഞ് അവൻ്റെ ഓരോ ചിരിയും കളിയൊക്കെ, അതിൻ്റെ ഒരു വീഡിയോ ഞാനാണെങ്കിൽ ഇട്ടിട്ടുണ്ട്, യൂട്യൂബ് ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അവൻ്റെ ഈ 1 വർഷമായിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളും എല്ലാം വീഡിയോസും എല്ലാം ഇട്ടിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ ചേച്ചി ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ട് കുഞ്ഞുങ്ങളെ ഞങ്ങൾ വളർത്തുന്നത് ആദ്യമായിട്ടല്ലേ. അപ്പം അതിൻ്റെ അവൻ്റെ ഓരോ ചിരിയുടെയും അവൻ ഓരോന്ന് കാണിക്കുമ്പോഴും ആ ശബ്ദങ്ങൾ വെക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ആദ്യമായിട്ട് അവന് ഗിഫ്റ്റ് കൊടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ ചേച്ചിയുടെ ഹസ്ബൻഡാണ് കൊടുത്തത്. ഒരു ഉടുപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തത്. പിന്നെ ഏട്ടൻ്റെയൊക്കെ അമ്മൂമ്മയാണ് കൊണ്ടുകൊടുത്തത് 2ാമത്. പിന്നെ ഓരോ ദിവസം ഓരോ മാസം കഴിയുന്തോറും പിന്നെ 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് 28 കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇവരെല്ലാം അങ്ങ് പോയി. അമ്മൂമ്മ ഉണ്ടായിരുന്നു എന്നെ കുളിപ്പിക്കാൻ പാടായിരുന്നു, എന്ന് വെച്ചാൽ പനി ആയതുകൊണ്ട്. പിന്നെ എല്ലാം കഴിഞ്ഞ് പിന്നെ കുളിപ്പിക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ ഉള്ളത് ഞാനും അമ്മയും മാത്രമേ ഉള്ളായിരുന്നു. 3 മാസം ഏട്ടൻ ജോലി സ്ഥലത്തായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു ഏട്ടൻ. പിന്നെ ഞാനും അമ്മയും കുഞ്ഞും മാത്രമേ ഉള്ളായിരുന്നു. രാത്രികളിൽ അവന് ഉറങ്ങുമെങ്കിലും ചെറിയ വാശിയും കാര്യങ്ങളും ഒക്കെ അവനുണ്ടായിരുന്നു. പിന്നെ ഒളിഞ്ഞോട്ടം, ചിരി. പിന്നെ അമ്മ ദിവാങ്കോട്ടിൽ ഞാൻ താഴെ കിടക്കും, കുഞ്ഞിനെ കൊണ്ട് ഞാൻ താഴെ കിടക്കും, കടലിൽ കിടക്കാൻ പേടിയുണ്ടായിരുന്നു. അപ്പോൾ അമ്മ ദിവാങ്കോട്ടി കിടക്കുമ്പോൾ ഞാൻ താഴെ കിടക്കുമ്പോൾ ഇവൻ മേളിൽ നിൽക്കും. അവനറിയാം. ഇവരെല്ലാം പറയും കുഞ്ഞിന് 1 തൊട്ട് 3 മാസം വരെ കുഞ്ഞിന് മഞ്ഞ എന്ന് വെച്ചാൽ
വലിയ രീതിയിൽ കാണത്തില്ല, മങ്ങലായിരിക്കുന്നു. പക്ഷെ ഇവന് ഞാൻ എങ്ങോട്ടേലും പോയാൽ ഇവന് പെട്ടെന്നറിയാം ഞാൻ പോകുന്നുണ്ടെന്നും അറിയാം. ഇവനാണെങ്കിൽ അമ്മ എപ്പോഴും മേളിലോട്ട് നോക്കും, അമ്മ മേളിൽ കിടപ്പുണ്ടെന്ന് അവനറിയാം. എൻ്റെ പാല് കൊടുക്കുമ്പോഴാണെങ്കിൽ പോലും അവൻ്റെ ഒരു ചിരിയുണ്ട്, ചിരിച്ചുകൊണ്ട് പാല് കുടിച്ചിട്ട് നമ്മളിങ്ങനെ നോക്കും, ഇങ്ങനെ നോക്കിയിരിക്കും. പിന്നെ അവന് പിന്നെ പുറത്തോട്ടൊന്നും അങ്ങനെ വലിയ രീതിയിൽ ഇറക്കിയിട്ടില്ല. അങ്ങനെ കുഞ്ഞിന് വയ്യാതെ വന്നതുകൊണ്ട് നമ്മൾ കൂടുതലും പുറത്തോട്ടൊന്നും ഇറക്കാൻ നിന്നില്ല. പിന്നെ ആൾക്കാർ കൂടുതലും കാണാൻ ഒത്തിരി പേര് വന്നതുമില്ല. നമ്മൾ ഫങ്ഷൻ വലിയ രീതിയാകുമ്പോൾ വലിയ ഗ്രാൻഡായിട്ട് നടത്താൻ പറ്റില്ല. കാരണം വെച്ചാൽ കുഞ്ഞ് ഇൻഫെക്ഷൻ ആയതുകൊണ്ട് അത്ര നടത്തണ്ടാന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് നമ്മൾ നടത്തിയത് വരാം. അങ്ങനെ എന്നാലും ആൾക്കാർ ബന്ധക്കാരും നാട്ടുകാരും ചെറുതായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതൊരു ഫങ്ഷൻ, ചെറിയൊരു ഫങ്ഷൻ നടത്തി നമ്മൾ. പിന്നെ ആണെങ്കിൽ അത് കഴിഞ്ഞ് അവൻ്റെ 3-ാം മാസം 4-ാം മാസം അത് ഓരോ മാസത്തിലെ ഓരോ വളർച്ചകൾ സത്യം പറഞ്ഞാൽ ഒത്തിരി സന്തോഷം തോന്നിയിട്ടുണ്ട്. കുഞ്ഞിൻ്റെ ഓരോ വളർച്ചകൾ കാണുമ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് കുഞ്ഞുങ്ങൾ വളരുന്നല്ലേ. അത് സത്യം പറഞ്ഞാൽ ഈ ഓരോ അമ്മമാരിപ്പം സഹായിക്കാൻ ആരുമില്ലെങ്കിൽ കുഞ്ഞിനെയും കൊണ്ട് നമുക്ക് പാടായിരിക്കും, ഭയങ്കര പാടും ഡിപ്രഷനും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. എനിക്ക് ആദ്യമൊന്നും ഞാൻ തോന്നിയിട്ടില്ല ഡിപ്രഷൻ എന്തുവാ, ഇതെന്താ ഇങ്ങനെ എല്ലാവരും എന്താ ഇങ്ങനെ പറയുന്നത് ഒന്നും പക്ഷെ ഒരമ്മ ആയതിനു ശേഷം എനിക്ക് നല്ലപോലെ മനസ്സിലായിട്ടുള്ള കാര്യം ഡിപ്രഷൻ വരുമെന്ന് ചോദിച്ചാൽ വന്ന് വരും. ആൾക്കാർ നമുക്ക് ഫുഡ് നമ്മൾ കുഞ്ഞ് പാല് കുടിക്കുന്നതനുസരിച്ച് നമുക്ക് വിശപ്പ് കൂടും. ആ സമയത്ത് ഫുഡ് കഴിക്കാൻ നമ്മൾ എണ്ണീറ്റ് വെക്കേണ്ടി വന്നു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ വീട്ടിൽ ആരുമില്ല, ഞാനും അമ്മയും മാത്രമല്ലേ ഉള്ളൂ. അമ്മ കടയിലും പോകണം, അന്നേരം അമ്മയ്ക്ക് കടയിലും പോകണം. അന്നേരം ഞാൻ അമ്മ മാത്രമല്ലേ ഉള്ളൂ. അമ്മ ഫുഡ് വല്ലതും വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ എനിക്ക് ഉറങ്ങാനേ പറ്റത്തില്ല. കാരണം രാത്രിയിൽ അവൻ വലിയ ഉറക്കമില്ല, തലയും ചിരിയാണെങ്കിൽ പോലും ബഹളമില്ലെങ്കിൽ പോലും ഉറക്കമില്ലല്ലോ. അതിൻ്റെ ഒരു ഇത് നമ്മൾ ഉറങ്ങിപ്പോയാൽ കുഞ്ഞ് എണ്ണീറ്റ് പോകും. ഇങ്ങനെയൊക്കെയുള്ള ചില ചെറിയ പേടികളും കാര്യങ്ങളും പിന്നെ ഫുഡിൻ്റെ കാര്യം അങ്ങനെയൊക്കെ ചെറിയ ഇത് വരുമ്പം സത്യം പറഞ്ഞാൽ ദേഷ്യം വരും, നമുക്ക് നല്ല ദേഷ്യം വരും. സത്യം പറഞ്ഞാൽ കുഞ്ഞിൻ്റെ കരച്ചിൽ ഇതിലെ കൂടെ കേൾക്കുമ്പോൾ നല്ല ദേഷ്യവും കാര്യങ്ങളൊക്കെ വരെങ്കിലും ഒന്നും ഇതുവരെ കുഞ്ഞിനെ അടിച്ചിട്ട് ഇത്ര നാളായി അടിക്കുവാട്ടോ ഒന്നും ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ അവരങ്ങനെയാണ്, കാരണം കുഞ്ഞല്ലേ, അതിനെന്തോ അറിയാം, അതിന് പറഞ്ഞാൽ അറിയുമോ, ഇതിന് ഒന്നും അർത്ഥം അടിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അന്നേരം ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ അന്നേരം മനസ്സിലായി ഇതാ ഡിപ്രഷൻ അല്ലേ. കാരണം ചിലവർക്ക് ഞാൻ കേട്ടിട്ടുണ്ട്, ചിലവർക്കാണെങ്കിൽ കുഞ്ഞിനെ നോക്കാനോ ആരുമില്ല, കൂടെ നിൽക്കാനോ ആരുമില്ല, ഫുഡുകൾ ഉണ്ടാക്കി കൊടുക്കാനില്ല, ഭാര്യയും ഭർത്താവും കുഞ്ഞ് മാത്രമുള്ള വീടുകളിൽ അങ്ങനെ. അന്നേരം വീട്ടിൽ ഭർത്താവിൻ്റെ കാര്യം നോക്കണം, കുഞ്ഞിൻ്റെ കാര്യം നോക്കണം. അപ്പം നല്ല വൃത്തിക്ക് അവർക്ക് ദേഷ്യവും കാര്യങ്ങളും ഒക്കെ വരും, സങ്കടവും ഒക്കെ വരും. അത് കഴിഞ്ഞ് പനിയൊക്കെ കുഞ്ഞിന് വന്നു കഴിഞ്ഞാൽ പിന്നെ പറയാൻ വേണ്ട, ഭയങ്കര ഇച്ചിരി പ്രശ്നമായിരിക്കും. ഇങ്ങനെയാണെങ്കിൽ ആരെങ്കിലും ഒരാൾ കുഞ്ഞിനെ ഇച്ചിരി നേരം ഒന്ന് എടുത്താൽ മതി, നമുക്ക് അങ്ങ് തോന്നിപ്പോവും. അത് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിൻ്റെ കുത്തിവയ്പ്പ്, സത്യം പറഞ്ഞാൽ കുത്തിവയ്പ്പിന് പോകുമ്പോഴൊക്കെ നെഞ്ചിലൊരു ഇടിയാണ്. കാരണം അവനെ ആശുപത്രി കിടന്ന് 5-6 കുത്തിവയ്പ്പ് കുത്തി പരുവ ആയിരുന്നു. പിന്നെയും ഓരോ കുത്തിവയ്പ്പിന് കൊണ്ടുപോയപ്പം അന്നൊക്കെ നല്ല കരച്ചിലാണ് കുഞ്ഞ്. പക്ഷേ 4 മാസം കഴിഞ്ഞിട്ടുള്ള കുത്തിവയ്പ്പിനൊന്നും കുഞ്ഞ് അധികം കരഞ്ഞിട്ടില്ല, ഇങ്ങനെ നോക്കും കഴിഞ്ഞ് കുറേ ഉള്ളായിരുന്നു. പിന്നെ 5-ാം മാസമായി ആൺപിള്ളേർക്ക് 5-ാം മാസത്തിലെ ചോറൂണ്, 5-ാം മാസമൊക്കെ ആയപ്പോഴത്തേക്ക് ചോറൂണായി. ചോറൂണ് നമ്മൾ മലയാളപ്പുഴ അമ്പലത്തിലെ ചോറൂണ് കൊടുത്തത് കുഞ്ഞ്. അന്ന് ഞാൻ, ഏട്ടന്, അമ്മ, ഏട്ടൻ്റെയൊക്കെ അമ്മ, അച്ഛന്, പിന്നെ അമ്മൂമ്മ, ഏട്ടൻ്റെ അമ്മൂമ്മ, ഞങ്ങളുടെ അമ്മൂമ്മ എല്ലാവരും ഉണ്ടായിരുന്നു. ഫാമിലി ഓൾമോസ്റ്റ് എല്ലാ ഫാമിലിയിലുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. ചോറൂണ് കഴിഞ്ഞ് തുലാഭാരം എല്ലാം നടത്തി എല്ലാം കഴിഞ്ഞ് നമ്മൾ ആഹാരം കഴിച്ച് നമ്മളിങ്ങനെ പോകുന്നത്. പിന്നെ 6-ാം മാസം കഴിഞ്ഞു. എന്നത്തേക്ക് കുഞ്ഞിൻ്റെ ആദ്യ വളർച്ച തൊട്ടെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ ഒരു എപ്പോഴും കിടത്തായിരിക്കും, വലിയ കാഴ്ചയുടെ പേരെല്ലാം കാണത്തില്ല. 2-ാം മാസം അത് തന്നെ സെയിം, എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് കീ നലിച്ചും ബഹളം വെച്ചൊക്കെ തുടങ്ങും. 3-ാം മാസം ആകുമ്പോഴത്തേക്ക് അവർക്ക് നമ്മളെ നല്ലപോലെ കാണാനും നമ്മുടെ ശബ്ദങ്ങളും എല്ലാം നല്ല റെസ്പോണ്ട് ചെയ്യും. നമ്മൾ കിലുക്കൊക്കെ കിലുക്കുമ്പോൾ അങ്ങോട്ടും നോക്കും ഇങ്ങോട്ടുമൊക്കെ എല്ലാം ചെയ്യും. അത് കഴിഞ്ഞ് 4-ാം മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ചില പിള്ളേർ 4-ാം മാസത്തിൽ 5-ാം മാസത്തിലൊക്കെ കമന്ന് വീഴുന്ന കേട്ടിട്ടുണ്ട്. കുഞ്ഞൊന്നും കമന്ന് വീണിട്ടില്ല. കുഞ്ഞ് ഒരു 6-ാം മാസമൊക്കെ ആയപ്പം കമന്ന് വീണു. പിന്നെ അവൻ്റെ വെച്ചാൽ ഒരു നോട്ടവും ചിരി ഇങ്ങനെ നോക്കുന്നത്, എല്ലാവരും ഇങ്ങനെ എടുക്കാവുന്ന ഒരു നോട്ടമുണ്ട്. അത് കഴിഞ്ഞ് 7-ാം മാസം ആയപ്പോഴത്തേക്ക് ഇവന്
ഈ കമന്ന് വീണ് കഴിഞ്ഞ ഉടനെ അവന് പതുക്കെ പൊങ്ങാനാ തുടങ്ങി, പൊങ്ങി ഇരിക്കാൻ തുടങ്ങി. ഒരു 7 മാസമൊക്കെ അപ്പോഴത്തേക്ക് അവന് ഞങ്ങള് ജനിച്ച ആശുപത്രിയിൽ നിന്ന് വന്ന് 10ാമത്തെ ദിവസം അവന് അമ്മയെന്ന് വിളിച്ചാണ്. എന്നുവെച്ചാൽ എന്നെയല്ല, എൻ്റെ ചേച്ചിയാണ് അമ്മയെന്ന് വിളിച്ചത്. അമ്മയെന്ന് വിളിച്ചൊരു കുഞ്ഞാണത്. അത് കഴിഞ്ഞാണ് പിന്നെ ഓരോ ഘട്ടങ്ങളൊക്കെ ആയി. പിന്നെ കുഞ്ഞ് ഇരിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ എഴുന്നേറ്റ് പിടിച്ച് നിൽക്കാൻ തുടങ്ങി. നടക്കത്തില്ല, പിടിച്ച് നിൽക്കും. ഇന്ന് കഴിഞ്ഞു. പിന്നെ ഒരു പ്രാവശ്യം നോക്കിയപ്പോൾ പെട്ടെന്ന് പിച്ച വെച്ച് പതുക്കെ നടക്കാൻ തുടങ്ങി. പക്ഷെ അന്ന് ഞങ്ങൾക്ക് ഓരോ ദിവസം കട്ട കാണുമ്പോൾ ഭയങ്കര അത്ഭുതം. കുഞ്ഞിങ്ങനാണോ, ഇതാണ്ട് ഇവരങ്ങനെ ചേച്ചിയൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നടിയവൻ അങ്ങനെ പോയി എടി. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. അത് ആദ്യമായിട്ടല്ലേ ഇങ്ങനെയൊക്കെ കാണുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഒരു കുഞ്ഞിന് ഒരു 7, 8, 9 മാസങ്ങളിലൊക്കെ ആയി. പിന്നെ കുഞ്ഞ് ഫുഡ് തന്നെ കഴിക്കാൻ തുടങ്ങി. പിന്നാണെങ്കിൽ നടക്കാൻ തുടങ്ങി, ഇരിക്കാൻ തുടങ്ങി. പിന്നാണെങ്കിൽ ബഹളം വെക്കാൻ തുടങ്ങി. നമ്മൾ വല്ലം പറയുമ്പോൾ തിരിച്ചു പറയാൻ തുടങ്ങി. ഒരു 9, 10 11, 12 മാസമൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ കൊച്ച് ഒരു വയസ്സായി. എന്നിട്ട് നമ്മൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ ഞാൻ പ്രഗ്നൻ്റ് ആയതും കുഞ്ഞുണ്ടായതും കുഞ്ഞിന് 1 വയസ്സായതും കണ്ണടച്ച് തുറക്കുന്നതിന് പറയണ്ട. അത്രയ്ക്ക് നല്ല ബ്യൂട്ടിഫുൾ മൊമെൻ്റ് ആയിരുന്നു അത്രയും നാൾ. പിന്നെ ആണെങ്കിൽ ഇപ്പം എൻ്റെ കുഞ്ഞിന് 1 വയസ്സും ഇത്രയ്ക്ക് 2 മാസമായി. ഭയങ്കര സന്തോഷമായിട്ട്. പിന്നെ ഇപ്പം എന്ന് വെച്ചാൽ ഇപ്പം കുറച്ച് വാശിയൊക്കെ ഉണ്ട്. ഒരു സാധനം കൈ കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ പിടിച്ച് കഴിഞ്ഞാൽ കരയും. പിന്നെ വായിൽ വല്ല കല്ലും അതും ഇതൊക്കെ വായിലെടുത്തിട്ടും വായിലിട്ടെന്ന് പറഞ്ഞാലും തുപ്പാൻ പറഞ്ഞാൽ തുപ്പും. തുറന്ന് കാണിക്കാൻ പറഞ്ഞാൽ ആന്ന് തുറന്നും കാണിക്കും. അപ്പം അങ്ങനെയൊക്കെ കാണിക്കും കുഞ്ഞ്. വലിയ പ്രശ്നമൊന്നും വെച്ചാൽ ഇല്ല. അപ്പം പിന്നെ എനിക്ക് വയ്യാതെ പനി എനിക്കിപ്പം, പിന്നെ അവനും ഇപ്പം പനിയാണ്. ആ സമയത്ത് ഇച്ചിരി വാശിയും ഇതൊക്കെ ഉണ്ട്. ഇപ്പം തന്നെ ഞാൻ നല്ല വൃത്തിക്ക് ദേഷ്യപ്പെട്ടിട്ടിരിക്കുക. എന്നുവെച്ചാൽ ചുമ്മാ നിന്നങ്ങ് അവന് ഉറക്കം വന്നാൽ ആൾക്കാരുണ്ടെങ്കിൽ അവൻ ഉറങ്ങത്തില്ല. ഉറങ്ങാതെ നോക്കി പിടിച്ച് നിൽക്കും. അന്നേരം ഇവന് വാശിയും കൂടും, കരച്ചിലും ബഹളം. അന്നേരത്തെ ഒരു ഇതുണ്ട് കുഞ്ഞിൻ്റെ. പക്ഷേ അല്ലാതെ കുഞ്ഞിനെ കൊണ്ട് ഒരു ശല്യമായിട്ടോ ഒന്നുമില്ല. നമ്മൾ പാത്രം കഴുകുവാണെങ്കിൽ അവിടെയെങ്കിലും ഇവിടെ ഇരുന്ന് കളിയായിരിക്കും. ഒരു പാത്രം കൊടുത്താൽ മതി. എത്രയൊക്കെ കളിപ്പാട്ടം മേടിച്ചെന്ന് പറഞ്ഞാൽ അവന് കളിപ്പാട്ടമൊന്നും വേണ്ട. ഒരു പാത്രം കൊടുത്ത് എൻ്റെ കുഞ്ഞ് അവിടെ ഇരുന്ന് അടങ്ങി ഒതുങ്ങി ഇരുന്ന് കളിച്ചോളൂ. അത്രയ്ക്ക് നല്ല കുട്ടിയാണ്. പിന്നാണെങ്കിൽ നമ്മൾ പൊട്ടിക്കുഞ്ഞാന്ന് തോന്നില്ല, വലിയ മനുഷ്യരെ പോലെ അവൻ്റെ ഓരോ പെരുമാറ്റവും. പിന്നെ എല്ലാം ബുദ്ധിപരമായിട്ട് ചിന്തിച്ചൊക്കെ ഓരോന്ന് ചെയ്യുന്നത്. എല്ലാ പിള്ളേരും അങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ ഇതിനകത്തുള്ള എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. പിന്നാണെങ്കിൽ ഇവനെന്ന് വെച്ചാൽ നമ്മളൊരു സാധനം എടുത്ത് മാറ്റി വെച്ച് അവൻ ഇതുവഴി വന്ന് ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കുന്ന സാധനം ഇപ്പം ഞാൻ ഇപ്പുറത്ത് വെച്ച് അതിന് നോക്കി ഇരുന്നിട്ട് ഓടി വന്ന് അത് അപ്പുറത്തുനിന്ന് വന്നെടുക്കും. നമ്മൾ തിരിച്ച് കറക്കി എടുക്കുവാണെങ്കിൽ അവൻ അവിടെ കിടന്ന് കറങ്ങി അത് എടുക്കുവാൻ. പിന്നെ ഇപ്പം ചെറിയ വാശികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി എന്തുവാന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പുസ്തകമൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വായിക്കുന്ന കേൾക്കാം, പാട്ട് പാടുന്ന കേൾക്കാം. അങ്ങനെ ചെറിയ ചെണ്ടമേളക്കാരനാണ്. അവനൊരു 3 മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് ചേച്ചി ഇങ്ങനെ ചിങ്കാരിമേളം പഠിപ്പിക്കുന്ന പോലെ ബഹളം വെച്ചിങ്ങനെ വെച്ചപ്പോൾ എന്താ അത് തൊട്ട് അവന് ഇങ്ങനെ കൈ വെച്ചിങ്ങനെ അടിക്കാൻ തുടങ്ങി. അടിച്ചടിച്ച് ഇപ്പം നല്ല പോലെ 6-ാം മാസമായപ്പോൾ ചെണ്ട വെച്ച് കൊടുത്തപ്പോഴത്തേക്ക് ചെണ്ടയെ കൊട്ടാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഒരു വീഡിയോ ഉണ്ട്, അത് ഞാൻ ഇതിൻ്റെ അടിയിലിട്ടേക്കാം, കൂടുതൽ ചേർക്കാം. പിന്നെ ചെണ്ട കൊട്ടാൻ തുടങ്ങി. പിന്നെ ഭയങ്കര സന്തോഷം. കാരണം പിന്നെ ഇപ്പം നല്ലപോലെ ചെണ്ട അവൻ ഒരു ഈണവും താളമൊക്കെ വന്ന് തുടങ്ങി ചെണ്ട കൊട്ടലിൻ്റെ. ഇപ്പം പുള്ളി ഇപ്പം ഭയങ്കര ഉറങ്ങിയപ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് വെച്ചാൽ എനിക്കിപ്പോൾ പനിയുടെ മുഖം കണ്ടറിയാം. ഒരുങ്ങിയിട്ടോ കാര്യങ്ങളൊന്നുമില്ല, കാരണം എനിക്ക് വയ്യ, അതുകൊണ്ടാണ്. പിന്നെ നമ്മളൊരു 30 മിനിറ്റ് ഒരു വീഡിയോ നമ്മൾ ഇടാമെന്ന് വിചാരിച്ചാണ് നമുക്ക് ഇങ്ങനെ ഇടുന്നത്. വിരതികളുടെ ലൈഫിൽ ഇങ്ങനെ ഒരു മൊമെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നും നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഓക്കെ, ബൈ.